ഈ കൃപാസന അൾത്താരെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തന്ന അനുഗ്രഹത്തിന് ഞാൻ ആയിരം കോടി ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ ബെഹ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് യൂട്യൂബ് വഴിയാണ്. അതിന് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു എനിക്കിവിടെ വരണം, കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന്. ഹസ്ബൻഡ് അത് സമ്മതിച്ചു തന്നു. ഞങ്ങളങ്ങനെ വരാനിരുന്നപ്പോൾ കൊറോണയുടെ സമയമായി, ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഇല്ലാണ്ടായി. പിന്നീട് ഞാൻ 30/12/2021 ഞങ്ങൾ വെക്കേഷൻ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എനിക്ക് ഒരുപാട് അങ്ങനെ നിയമങ്ങളൊന്നും വെക്കാനില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വെച്ചു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ എഴുതിയിരുന്നത് എൻ്റെ കുടുംബത്തെ എത്രയും നന്നായി പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളർത്തിയെടുക്കുക എന്നതിനെക്കുറിച്ചായിരുന്നു. അങ്ങനെ എൻ്റെ ആ 5 നിയോഗങ്ങളിൽ ഒന്നും നടന്നില്ല. പക്ഷേ 6ാമത്തെ നിയോഗമായി എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് കൂടിയിരുന്ന് വിശ്വാസത്തോടെ മുട്ടിന്മേൽ നിന്ന് കൊന്ത ചൊല്ലി എന്നും പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നായിരുന്നു. ഈ യൂട്യൂബ് വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുമ്പോൾ ഞാൻ അറിഞ്ഞു, ഒരു ദിവസം എനിക്ക് സ്വപ്നത്തിൽ മാതാവ് കാണിച്ചു തന്നു ഈ കൃപാസന അൾത്താരയിൽ ഞാൻ ഇവിടെ നിന്ന് കരയുന്നതായിട്ട്. പക്ഷേ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഈ കൃപാസനത്തെക്കുറിച്ച് പോലും എനിക്കറിയത്തില്ല, ഞാൻ എന്തിനാണോ ഈ കൃപാസന അൾത്താരയിൽ നിന്ന് കരയുന്നത് എന്തിനാന്ന്. പിന്നീടാണ് ഉടമ്പടി എന്താണെന്നല്ല യൂട്യൂബിലും അച്ഛൻ്റെ ധ്യാനം കൂടും എല്ലാം ചെയ്ത് ഞാൻ ഉടമ്പടി പാലിച്ചു പോന്നു. 3 മാസത്തിന് ശേഷം പുതിയതായിട്ട് അച്ഛൻ പറഞ്ഞനുസരിച്ച് ഓരോ നിയമങ്ങളും പുതിയതായി എഴുതി ഞാൻ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സൈക്കിൾ പോലും ഓടിച്ചിട്ടില്ല. അപ്പോൾ ബെഹ്റിൻ ലൈസൻസ് കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാം ഒരുപാട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കാൻ ചേർന്നു. അപ്പോൾ അവിടുത്തെ അറബി ഇൻസ്ട്രക്ടർ എന്നോട് പറഞ്ഞു, നിനക്കിതൊന്നും അറിയത്തില്ല, ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പറയുമ്പോൾ നീ അങ്ങോട്ട് ഇറക്കുക, അതിനുള്ള സമയമല്ല, ഇത്ര ക്ലാസ്സസ് നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനത് ചെയ്തിട്ട് സാറ് പറഞ്ഞു, നിനക്ക് ഇനി ഒരു 5-6 ക്ലാസ് കൂടെ വേണം, എന്നാലേ ഉള്ളൂ നിനക്കത് പറ്റത്തുള്ളെന്ന് പറഞ്ഞു, എക്സാമിന് ഡേറ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ചു. ഞാനൊരു ദിവസം നമ്മുടെ വചനം എടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടി, ധൈര്യമായിരിക്കും, നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നവംബർ 14 ഡേറ്റ് എടുത്താനും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 14 ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, സാറല്ല എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തരുന്നത്, എൻ്റെ ദൈവമാണ്, പരിശുദ്ധ അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരുപാട് എനിക്ക് സംരക്ഷണം എനിക്ക് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സാം ആയപ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്നും എൻ്റെ കൂടെ എന്നും ഈ കൃപാസനത്തിലെ നമ്മുടെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, തൈലം പുരട്ടാതെ ഞാൻ ഇറങ്ങാറില്ല. ഞാൻ ആ വിശുദ്ധ ഉപ്പ് നമ്മൾ എക്സാമിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നോടത്ത് ഞാൻ ഇട്ട്. അപ്പോൾ ഇൻസ്ട്രക്ടർ എൻ്റെ എക്സാമിനറായിട്ട് വന്ന ഒരു അറബി മാഡമായിരുന്നു. പുള്ളിക്കാരത്തി ഡബിൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഡബിൾ റൈറ്റ് എടുത്തു. അങ്ങനെ അപ്പോൾ തന്നെ എൻ്റെ ഇതെല്ലാം പോയി. എനിക്കറിയാം എന്തായാലും കിട്ടത്തില്ല. പക്ഷേ ഞാൻ സ്വർഗ്ഗത്തിലിരിക്കുന്ന ആകാശത്തേക്ക് ഞാൻ നോക്കി എൻ്റെ സ്വർഗീയ പിതാവിനെയും പരിശുദ്ധ അമ്മയും കൂട്ടുപിടിച്ച് മറ്റുള്ളവർ മുമ്പ് എനിക്കൊരു സാക്ഷിയാൻ എൻ്റെ അമ്മയും മാതാവിയും നീ എന്നെ എന്നും ചേർന്ന് നിർത്തണമെന്ന് പറഞ്ഞു. എക്സാം കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. മാഡം എനിക്ക് അവസാനം എഴുത്തോണ്ട് പറഞ്ഞു, ഓക്കെ യു പാസ്ഡ്, യു ഗോ ടു ടേക്ക് ലൈസൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ലൈസൻസ് എടുത്തു. അത് എൻ്റെ 2ാമത്തെ ഒരു കാര്യം. അങ്ങനെ ഹസ്ബൻഡിനും എല്ലാവർക്കും വിശ്വാസമായി. പിന്നെ ഹസ്ബൻഡിന് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന പോലെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പൂർണ്ണമായി അറിയാം എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന്. ഈ ചേട്ടായിക്ക് ഇതൊരു വിശ്വാസമാകാൻ ഞങ്ങൾക്ക് ഒരേ അടയാളം എനിക്ക് കാണിച്ചതന്നെയാണ്. അപ്പം എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആ പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കണ്ണുനീരോടെ ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കണ്ണിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ആ പച്ചത്തിരിക്കകത്ത് അതിൻ്റെ അകത്തൊരു ഹാർട്ട് അത് നല്ല പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ ഫോട്ടോ എടുത്തിട്ട് അത് എൻ്റെ കയ്യിലുണ്ട് താനും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മോള് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഓടി ചെന്ന് പപ്പായും ചേച്ചീനെയൊക്കെ വിളിച്ചോണ്ട് നമുക്ക് കാണിക്കാം, അവർക്ക് വിശ്വാസമാകട്ടെ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മുട്ടുകുത്തിയിരുന്നു അതിൻ്റെ മുമ്പിൽ. എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നൊരു ഫോട്ടോ എടുത്ത് എൻ്റെ ചേച്ചിമാരൊക്കെ കൃപാസനത്തിലുള്ളവർ, അതേക്കുറിച്ച് ഉടമ്പടി എടുത്തവർ, അവരെല്ലാം വിളിച്ച് ഇതൊന്ന് കാണിക്കാൻ ആരും അന്നേരം ആ സമയത്ത് എടുക്കുന്നില്ല. അങ്ങനെ ഹസ്ബൻഡും മോളും എല്ലാം വന്നപ്പോൾ അതിൻ്റെ ആ ജ്വാല അങ്ങ് നിന്ന്. അത് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഹസ്ബൻഡ് ഒന്നുകൂടെ വിശ്വാസം. അങ്ങനെ പരിശുദ്ധ കൃപാസന മാതാവിൽ എല്ലാവർക്കും വിശ്വാസമായി. അങ്ങനെ അതാണ് എൻ്റെ ഒരു അനുഭവം.
പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വായിൽ എനിക്കൊരു 25 വയസ്സിൽ ഒരുപാട് വായിൽ കുരുക്കളുണ്ടാകുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്നെ സംബന്ധിച്ചോളം ചില സമയത്ത് അത് പൊട്ടി പഴുത്ത് വ്രണമായിട്ട് എനിക്ക് തന്നെ സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പം ഞാനെനിക്കത് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പീരീഡ് ആകുന്നതിന് തൊട്ട് ഒരാഴ്ച മുമ്പ് അതെനിക്കാണ് തരുന്നൊരു സൈനാണ്. അത് നമ്മൾ കാണിക്കാതെ ഉള്ള ഡോക്ടേഴ്സ് ഒന്നുമില്ല, അതിനൊരു മരുന്നും ഇല്ല താനും. അത് വന്ന് പൊഴിഞ്ഞു പോകും. പിന്നെ കൊറോണയുടെ സമയത്ത് മാസ്ക് വെച്ചപ്പോൾ എനിക്കൊരു സമാധാനം, വേറെ ആർക്കും അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല. ഇവ 1-2 ആഴ്ച എടുക്കാതെ പോകത്തുമില്ല. അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച കാര്യം. അപ്പം ചില സമയത്ത് എനിക്ക് ഒരുപാട് വേദനകൾ വരുമ്പോൾ ഞാൻ ഈ മാതാവിനോട്, അമ്മേ മാതാവേ വേദനയുണ്ട്, ഈശോയോട് പറഞ്ഞ് എൻ്റെ വേദന ഇച്ചിരി കുറച്ചാണ്. ചില സമയത്ത് എനിക്ക് വെള്ളം ഇറക്കാൻ പറ്റത്തില്ല, തൊണ്ടയിൽ നിന്ന് ഒരു സിപ്പ് വെള്ളം പോലും എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് ഇത്ര വേദന, കുറേ കുരു തന്നു, ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കുരുക്കൾ തന്നെ, വേദന ഇല്ലാത്തൊരു കുരുക്കൾ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എൻ്റെ വീട്ടിലെ അടുക്കളയിലൊക്കെ ഈ കൃപാസന മാതാവിൻ്റെ എല്ലാം ഫോട്ടോയുണ്ട്. ഞാൻ സ്വപ്നത്തിൽ കാണുകയെന്ന് ഞാൻ ഒരു അടുക്കളയിൽ നിൽക്കുകയാണ്. അതെൻ്റെ അവിടുത്തെ വീടല്ല, പക്ഷേ അതിൻ്റെ അകത്ത് മാതാവ്, ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ മാതാവ് എന്നെ നോക്കി ചിരിക്കുന്നതായിട്ട് സ്വപ്നത്തിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് മാതാവ് ചിരിച്ച ഉടനെ പെട്ടെന്ന് ഈശോയുടെ ഈ കൃപാസനത്തിൽ ഈ ഈശോ കരയുന്ന ഈശോയുടെ ആ ക്രൂശിത രൂപം കാണുക, ഈശോയുടെ ചോര ഒലിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് അതിൻ്റെ കണ്ണിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറക്കത്തിൽ വിളിക്കുക, അവരെല്ലാവരും വായോ, നമ്മുടെ എന്താണെന്നറിയത്തില്ല, മാതാവ് വന്നു. പിന്നെ എനിക്കത് മനസ്സിലാക്കുന്നത്, എൻ്റെ മകൻ ഇത്രയും വേദന അനുഭവിച്ചല്ലേ, ഈശോ ഇത്രമായി വേദന അനുഭവിക്കും, നിൻ്റെ ഈ വേദനയാണോ എന്നാണ് എന്നെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എനിക്ക് വായിക്കാത്തൊരു 3-4 കുരുക്കളുണ്ടെങ്കിൽ പോലും എനിക്കതിന് ഇതുപോലെയുള്ള പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല. പിന്നെയുള്ളത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കാര്യമാണ്. അവൾക്ക് പെട്ടെന്നാണ് ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്ത് കീമോയും എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവൾ ഒരുമാതിരി ഓക്കെ ആയി വന്ന സമയങ്ങളിൽ അവസാനം ഡോക്ടർ പിന്നെ പറഞ്ഞ് നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും അങ്ങനെ എല്ലാവർക്കും മാതാവ് വിശ്വാസമുള്ള കൃപാസനത്തിനെ കുറിച്ച് വിശ്വാസമില്ലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, അമ്മ അവരെല്ലാം വിശ്വാസത്തിലോട്ട് അടുപ്പിക്കണേന്ന് പറഞ്ഞാൽ അവരും എല്ലാ വിശ്വാസത്തിലായി. അങ്ങനെ മോൾക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് മോൾ ഓക്കെയായി വീട്ടിൽ ചെന്ന് പിന്നെ ഫോളോ അപ്പിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് കുട്ടി നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സിക്കായി. അവളങ്ങനെ 2023 ഒക്ടോബർ 8 ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയി. അത് ഞങ്ങളെല്ലാം പിടിച്ചുലർത്തിയ ഒരു വിഷമമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ ഒരു സാക്ഷിയാക്കിയില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞ് എനിക്ക് ഇച്ചിരി മാതാവിനോട് ഒരു സങ്കടം വന്നു. മാറിയിട്ടില്ലെങ്കിലും എൻ്റെ സങ്കടത്തിൽ നിന്ന് ഞാൻ ഇച്ചിരി മാതാവിൻ്റെ അടുത്ത് മാറി. പക്ഷേ അച്ഛന് സാക്ഷി ഇവിടെ എപ്പോഴും ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിനെ എന്നെ ക്ഷമ ചോദിച്ച് ഞാൻ വീണ്ടും പരിപൂർണമായി അമ്മയിലോട്ട് തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് നെക്സ്റ്റ് വെക്കേഷൻ വന്ന് പുതുക്കി. അതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയിൽ പിന്നെ പുതുക്കി തരുമ്പോൾ പിള്ളേർക്ക് ഫാമിലി വിസ കിട്ടത്തില്ലെന്നുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ കമ്പനിയുടെ കോമ്പൗണ്ടിൽ ചെന്ന് ഞാൻ അവരോട് അവിടുത്തെ മുദീറിനെ കണ്ട് മാനേജറെ കണ്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് എങ്ങനെയായാലും ഒരു വിസ തരണമോ? അവർ പറഞ്ഞ് നിങ്ങളിവിടെ നമ്മൾ ലോക്കലായിട്ട് കയറിയായിരുന്നു, നിങ്ങൾക്ക് തരത്തില്ല, അതുകൊണ്ട് അങ്ങനെ തരാനൊരു റൂളില്ല, അതിന് ബഹർ റൂൾ അനുസരിച്ച് എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ നവംബർ 23 ആകുമ്പോൾ അവരുടെ വിസ പൂർണ്ണമായിട്ടും തീരും, പിന്നെ എനിക്ക് അവരെ എൻ്റെ കൂടെ നിർത്താൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ കുട്ടികൾ 3 പേര് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് ഇവിടെ വന്ന് ഹസ്ബൻഡുമായിട്ട് എങ്ങനെ ഇവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്ന ആകെ വിഷമമായിരുന്നു. എങ്കിലും ഞങ്ങൾ തീവ്രമായി ഫാമിലി വിസയോട് കൂടി ഒരു ജോലി തിരക്കിക്കൊണ്ടിരുന്ന് കിട്ടിയില്ല ഹസ്ബൻഡിന്. അവസാനം ഞങ്ങൾ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. ഞങ്ങൾ പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതം എൻ്റെ നടത്തി തരട്ടെ, ഇനിയൊന്നും നോക്കുന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ പിള്ളേരെ അവളുടെ മോള് 10ലോട്ടാണ് ഈ വർഷം. അപ്പം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൾ നവംബർ ആകുമ്പോൾ പകുതിയാകുമ്പോഴത്തേക്കും അവിടുന്ന് എക്സാം ഒന്നുമില്ലാണ്ട് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥയാണ്, വിസ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മുമ്പിലൊന്നുമില്ല. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ ദർശനം പോലെ തരുവാണ്. ഹസ്ബൻഡ് ഇവിടുന്ന് നല്ല സൂട്ടും കോട്ടും ഇട്ട് പുള്ളി ഇറങ്ങി ഒരു ഫാമിലി വിസയിലോടുകൂടി അത് കിട്ടി പുള്ളി ഇറങ്ങിപ്പോണ എന്നെ കാണിച്ചു. ഞാനപ്പോൾ ഹസ്ബൻഡോട് ചേട്ടായി ഇത് ഉറപ്പായിട്ടും കിട്ടും, നമുക്ക് പോണേ മുമ്പ് ദൈവം ഒരു വഴി തരും. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ഇനി എന്തിക്കുള്ള എത്രയും നോക്കാനോ, നമ്മൾ നോക്കി നമ്മുടെ സമയം കഴിഞ്ഞ് ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് നാട്ടിൽ ഞാനും പിള്ളേരും കൂടെ പോകാം, നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. ഇനിയിപ്പം ഞങ്ങൾ അവിടുത്തെ രീതി അനുസരിച്ച് ഏപ്രിലാകുമ്പോൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്, പുതിയ അക്കാഡമിക് ഇയർ. അപ്പോൾ ഞങ്ങൾ ആ അക്കാഡമിക് ഇയറിൽ പിള്ളേരെ 3 പേരെ അവിടെ ചേർക്കണ്ടെന്ന് വിചാരിച്ച് TC എടുത്തു.
ഞങ്ങൾ പിള്ളേരെ ഇവിടെ നാട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 10th കുട്ടീനെ CBSE എടുക്കത്തില്ലെന്ന് പറഞ്ഞ് അഡ്മിഷൻ, അല്ലെ ഒന്നില്ല അവളെ 9th ഇരുത്തണം, അല്ലെ 10th ഇരുത്താമെന്ന്. ഇവിടെ 9th ഇരിക്കത്തുമില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമം. കാരണം മലയാളം മീഡിയത്തിൽ ചേർത്ത് ഇവർക്ക് മലയാളം പിള്ളേർക്കൊന്നും അറിയത്തില്ല, പറയാനറിയാമെങ്കിലും മലയാളം പഠിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനിവിടെ അത് വെച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനയെ കൂടുതൽ വളർത്തിയെടുത്ത കുട്ടികളാകുമ്പം എന്നിൽ നിന്ന് മാറി അവർ വീണ്ടും പ്രാർത്ഥനയിൽ നിൽക്കുമോ എന്നുള്ളൊരു വിഷമം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അമ്മയുടെ സങ്കടം. പ്രത്യേകിച്ച് 2 പെൺകുട്ടികളും ഒരു മോനുമാണ് എനിക്ക്, മൂത്തവർ 2 പെൺകുട്ടികൾ. അപ്പോൾ ഇവരെ വിട്ട് പിരിഞ്ഞ് ഇവരിനി എന്താ. അപ്പോൾ ഞാനിങ്ങനെ തിരക്കി നമ്മുടെ പള്ളിയുള്ള ഒരു സ്കൂളിൽ, അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പള്ളി സ്കൂളിൽ പഠിച്ചപ്പം എല്ലാ കൊന്തമാസങ്ങളിൽ അല്ലെങ്കിൽ എങ്ങനെയാലും നമുക്ക് കുർബാനകളും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അതിങ്ങനെ ചേർത്തുർത്തുമല്ലോ എന്നോർത്ത് ഞാനത് തപ്പിപ്പിടിച്ച് അങ്ങനെ ചെയ്ത് അവരോട് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ അഡ്മിഷൻ തന്നേക്കാമെന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾ കേരള സിലബസിൽ ചേർക്കാൻ തീരുമാനിച്ചു 3 കുട്ടികളെ. അവിടെ ഞങ്ങൾ TC എടുത്തു, ഞങ്ങളിവരുടെ വിസ ക്യാൻസൽ ചെയ്ത് ഡിപ്പെൻഡൻറ്റ് വിസ. പിന്നെ 25th ഏപ്രിൽ ഞങ്ങൾ ടിക്കറ്റും എടുത്ത്. അപ്പോൾ പിന്നെയുള്ള ഒരു കാര്യം വെച്ചാൽ എൻ്റെ കാര്യമാണ്. അപ്പം എനിക്ക് തന്നെ നിൽക്കാനായിട്ട് പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ട്, വിടാൻ ഹോസ്റ്റൽ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ തീവ്രമായി പ്രാർത്ഥിച്ച് അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ പറയും, ദൈവമേ എന്നാലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ ഉപേക്ഷിച്ചോ എന്നുള്ള ഒരു. പിന്നെ ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടുകൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ 25th പോകാൻ എല്ലാം റെഡിയായി. അപ്പോൾ ആ ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു ഹോസ്റ്റൽ എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷന് കിട്ടി. എന്നാൽ പിന്നെ അങ്ങ് മാറിയേക്കാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇനി ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ സമയമില്ല, ഞങ്ങളുടെ മുമ്പിൽ സമയങ്ങളില്ല, വണ്ടി സെയിൽ ചെയ്യണം. ഇപ്പോൾ ഹോസ്റ്റലല്ലായിരുന്നു എനിക്ക് വണ്ടി യൂസ് ചെയ്യാമായിരുന്നില്ലെങ്കിൽ വണ്ടി സെയിൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ എല്ലാം ക്ലിയർ ചെയ്യണം, വീട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ക്ലോസ് ചെയ്തു. ഇലക്ട്രിസിറ്റി, വെള്ളം, വീട് എല്ലാം ക്യാൻസലേഷൻ കൊടുത്തു. ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയില്ല, ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. ടിക്കറ്റും എല്ലാം കയ്യിലുകൊണ്ട് പോകാൻ നിന്ന്. പിന്നെയുള്ളത് എൻ്റെ മുമ്പിൽ ഒരൊറ്റ ദിവസമേ ഉള്ളൂ എനിക്ക് ഓഫ് ഉള്ളത്, പോരുന്നതിന് മുമ്പ് 24th. അങ്ങനെ 24th ഞങ്ങൾ 24th ഒരു ദിവസം കൊണ്ട് എന്നെ ഹോസ്റ്റലിൽ സാധനം വെക്കുമോ, ബാക്കിയുള്ള ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ കിടക്കട്ടെ എന്നുള്ള രീതി, എങ്ങനെ അവരെ നാട്ടിൽ പോകാമെന്നുള്ള രീതി ഇരുന്നു. അങ്ങനെ 23rd ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമെന്നും ഈ നമ്മുടെ കൃപാസനം ചൊവ്വാഴ്ച ദിവസം ആരാധന കൂടുമ്പോൾ ഡ്യൂട്ടിയിലാണ് ഞാൻ ഓണാക്കി എൻ്റെ പോക്കറ്റിലിട്ടിട്ട് സൈലൻറ്റിലാക്കി വെക്കും. അല്ലാത്ത ദിവസം വീട്ടിൽ നിന്ന് നന്നായി ഞാൻ ആ ധ്യാനങ്ങൾ പങ്കെടുക്കും. അതായിരുന്നു എൻ്റെ പതിവ്. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഓണാക്കി എൻ്റെ പോക്കറ്റിൽ ഇട്ട്. പിന്നെ ഞങ്ങൾക്കില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ വിളിച്ചു. അപ്പം ഞാൻ ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഞാൻ എന്ന് വചനം എടുത്തിട്ടാണ് ഡ്യൂട്ടിക്ക് പോകണം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ തൈലവും ലോക്കറ്റില്ലാണ്ട് ഞാൻ വെളിയിറങ്ങത്തില്ല. എല്ലാവരും ഞാൻ ആശ്രയിച്ച് അമ്മയുടെ ഈശോയുടെ കുരിശുത രൂപത്തെ കരഞ്ഞുകൊണ്ട് ഞാൻ എന്നും പിടിച്ചിട്ട് പറയും, എൻ്റെ ഈശോയെ ഞാൻ പോവുകയാണ്, എനിക്കൊന്നുമില്ല, ഞാനൊന്നും ഇല്ലാത്തവളാണ്, എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ മുമ്പിൽ വന്ന് പരിശുദ്ധ അമ്മ എന്നെ എന്നും അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ചേർത്ത് പിടിച്ച് ഞാൻ അങ്ങനെയാണ് സങ്കല്പിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകണം. അന്ന് വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഇതിന് ഇനി എന്തിനാണ് ഞാൻ ഭയപ്പെടാണ്ട്, എന്നിവ എനിക്ക് ഭയമില്ല, ദൈവം എൻ്റെ കൂടെയുള്ള എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് ചെന്ന്. അത് ശരിക്കും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ കൂടെയുള്ള ഒരാൾ സിക്ക് ആയതുകൊണ്ട് എന്നോട് ഡേ ഡ്യൂട്ടിക്ക് വരാനായിട്ട് എന്നെ അങ്ങനെ, അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവസാന നിമിഷമായി ഹസ്ബൻഡ് വീട്ടിലെല്ലാ രൂപങ്ങളും അങ്ങനെയെല്ലാം ഊരിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോയി. കാരണം പിള്ളേരും ഞാനിനി സെപ്പറേറ്റായി വരുമ്പോഴുള്ള എൻ്റെ അവസ്ഥ എല്ലാം നമ്മൾ തരണം ചെയ്യാൻ തന്നെ തീരുമാനിച്ചെങ്കിലും വിഷമമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞാൻ ആ 22nd ഡ്യൂട്ടിക്ക് ഞാൻ ചെന്ന്, ഞാൻ ഡേ ഡ്യൂട്ടിക്ക് എന്നെ അങ്ങനെ ദൈവം ഇടപെട്ട് എന്നെ വിളിപ്പിച്ചു. അവിടെ ചെന്ന് ഈ ധ്യാനം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആകെ ഒരു മലയാളി ഡോക്ടറേ ഉള്ളൂ. ഡോക്ടർ സീന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൗമ്യ നീ ഇന്ന് മീറ്റിങ്ങിൽ കയറിയാൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്നും കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെന്നിങ്ങനെ നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. ഞാൻ ഡോക്ടർ ഞാൻ ഇനി എന്തിനു പോകണം, കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത് എല്ലാം ക്യാൻസലേഷൻ കൊടുത്ത് ഒന്നും നമ്മുടെ മുമ്പിലില്ല, അത് നാട്ടിലെല്ലാം റെഡിയാക്കി വെച്ച് പിള്ളേരെ ഓൾറെഡി അവിടെ ക്ലാസ് തുടങ്ങി. ഞങ്ങൾ അപ്പം മാർച്ച് 2nd വീക്ക് മുതൽ അവിടെ ക്ലാസ്സും തുടങ്ങി. ഞങ്ങളുടെ പിള്ളേർ അത്ര നാൾ സ്കൂളിൽ പോയിട്ട് പോലും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ എനിവേ ചെയ്യാം, നീ ചിലപ്പോൾ ദൈവമായിട്ട് എന്നെ തോന്നിപ്പിക്കുന്ന നീ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു, ഡോക്ടർ HR ഇരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് മാം എന്ന് പറയുന്നല്ലാതെ നമ്മളൊന്നും അവരുടെ അടുത്ത് മിണ്ടാനോ ഒന്നും ഞാൻ ഇന്നേവരെ പോയിട്ടില്ല. അപ്പം എന്നോട് ഡോക്ടറുടെ ഉടമ്പടി എടുത്തിട്ട് ഇന്നും വന്നിട്ടുണ്ട് ഡോക്ടർ മോനെയും കൊണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട്, നീ ധൈര്യമായിട്ട് നിൻ്റെ കൂടെ അമ്മ മാതാവും ഉണ്ട്. അങ്ങനെ ഞാൻ ഉടമ്പടി കാശിലും പോക്കറ്റിലാണ് അതിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ
ഞാൻ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ആ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഒരു പ്രായമൊന്നുമില്ലാത്ത അധികം പ്രായമില്ലാത്ത ഒരാളാണ് HR മാനേജർ. ഞാൻ പറഞ്ഞു, മേഡം ഞാനിങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എൻ്റെ പിള്ളേരെ വിടണം, അവർക്ക് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു. പുള്ളിക്കാരി ഉടനെ എൻ്റെ ബാഡ്ജ് നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് അവർ വിസ നീ അവിടെ തരുന്നില്ല അന്നും പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ വിളിച്ചു. HR വിളിച്ച് ഞങ്ങളുടെ കമ്പനി തന്നെ വിളിച്ചു. അവിടെ നിന്ന് എനിക്ക് പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഒരു മായ പോലെ ഞാൻ രാവിലെ എല്ലാവരോടും ഗ്രൂപ്പിൽ ചേച്ചിമാർക്കൊക്കെ മെസ്സേജ് ഇട്ട് എല്ലാം നമ്മുടെ പ്രാർത്ഥന കേട്ട് എനിവേ അവർ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരോടും ഞാൻ യാത്ര പറഞ്ഞ് ഞങ്ങളെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത്. അതെങ്ങനെ ദൈവം ഇടപെട്ട് നമ്മളെ വഴി നടത്തുന്ന, കുഴിയിൽ വീണ് എന്നെ പിടിച്ചു കയറ്റുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരത്തി വിളിച്ച് വേഗം പറഞ്ഞു എല്ലാം റെഡിയാക്കി. പെട്ടെന്ന് പിള്ളേരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത് നിന്ന് പിള്ളേർക്ക് പാസ്പോർട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഒള്ളി അപ്രൂവലിന് വെയിറ്റ് ചെയ്താൽ മതി, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങ് നടന്നു പോയാൽ ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു പാവം കണക്കെ ഞാൻ വന്ന് ഞാൻ ആ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, മേഡം നിങ്ങളിന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ഏഞ്ചലായിരുന്നു ഡോക്ടറും ഇവരും എല്ലാവരും, അല്ല ഒരിക്കലും എനിക്കങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ ഒരിക്കലും അവിടെ ഒന്നും കിട്ടാത്ത ഒരു കാര്യം എൻ്റെ പരിശുദ്ധ അമ്മ ഇടപെട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നടത്തിയെടുത്തുന്നു. അതിനുശേഷം ഞാൻ ഹസ്ബൻഡോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയെല്ലാം സംഭവിച്ചു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം. പിന്നെ ഹസ്ബൻഡ് ഉടനെ ക്യാൻസലേഷൻ എല്ലാം തിരിച്ച് മെയിൽ വിട്ട് എല്ലാം നമ്മൾ തിരിച്ചു പിടിച്ച് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് എല്ലാം ചെയ്ത് പിള്ളേർക്ക് അഡ്മിഷന് വേണ്ടി. അപ്പോൾ ഓരോ രീതിയിലും ഞങ്ങൾക്ക് ഓരോരുത്തരും നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം ഓരോ ഏഞ്ചൽസിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നേരത്തേക്കും അയക്കുകയായിരുന്നു. അപ്പം പിറ്റേ ദിവസമായപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു ഞാനും പോവാന്ന്. അപ്പം അവരോടെല്ലാം പറഞ്ഞു ഞാനിങ്ങനെ സൗമ്യയുടെ അണ്ടറിൽ പിള്ളേരെ നിൽക്കുക, എനിക്കിനി എന്തെങ്കിലും ഒരു ജോലി, അപ്പോൾ ഇനി കുഴപ്പമില്ല, ഏത് ജോലിക്കും കുഴപ്പമില്ല, അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഒരു ജോലി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പറയണേന്ന്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ വെനസ്ഡേ തന്നെ 24th ഹസ്ബൻഡിന് ഒരു സ്ഥലത്ത് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടി. അന്ന് ഹസ്ബൻഡ് പോകാനായിട്ട് CV അയച്ചു കൊടുത്ത് നാളെ വ്യാഴാഴ്ച വരാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് പറയാം എൻ്റെ ഹസ്ബൻഡ് ഇത്ര രൂപ സാലറി കിട്ടും, നീ അത് അവനോട് പറ, അവനൊന്നുകൂടെ വിശ്വാസമാകട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ചേട്ടായിക്ക് ഇത്രയും സാലറി ദൈവം തരും നാളെ നീ. ഹസ്ബൻഡ് പറഞ്ഞു എടി അതൊക്കെ ഫാമിലി വിസ ഉള്ളവർക്ക് കിട്ടും, അതെന്തായാലും ഇനി അലൗഡ് അല്ല, നമുക്കതൊന്നും കിട്ടത്തില്ല, നീ വെറുതെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞു എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു എന്ന് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെന്ന്, നമുക്ക് ഇത്രയും അടയാളങ്ങളും അത്ഭുതങ്ങളും കിട്ടിയിട്ട് ചേട്ടായി വിശ്വസിക്കാനായിട്ട് ഇത്രയും സാലറി ചേട്ടായിക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് ചെന്നും ഞങ്ങളിങ്ങ് പോരാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ അടുക്കി. എവിടെയാണ് ഞങ്ങളുടെ സാധനങ്ങളെന്ന് പോലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഡ്രസ്സ് വിട്ട് ഒരു ഇൻ്റർവ്യൂവിനുള്ള ഒരു ഇതിൻ്റെ പെർഫോമൻസിലല്ല ഹസ്ബൻഡ് അവിടെ ചെന്നിറങ്ങിയത്. കിട്ടിയ ഒരു ഡ്രസ്സ് വിട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ എടുത്ത് ഓഫർ ലെറ്ററാണ് സാറിന് കൊടുത്തത് കയ്യിൽ. അതും എൻ്റെ പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന അതേ സാലറിയിൽ എൻ്റെ ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ ദൈവം കൃപയായി. അതാണ് അത് നമ്മളെ ദൈവം കരം പിടിച്ചിങ്ങനെ നമ്മളത് കൂടെ നിർത്തുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ ജീവിതം കടന്നു പോവുകയായിരുന്നു. പിന്നെയുള്ളത് പിള്ളേരുടെ വിസ കിട്ടിയതിന് ശേഷം പിള്ളേർ ജോലി ചെയ്തു, പിള്ളേരുടെ വിസ കിട്ടി. പിള്ളേർ ഞങ്ങൾ ഒരു വിസ കിട്ടിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിള്ളേരെ അഡ്മിഷൻ എടുത്തു. ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ നഷ്ടങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇന്ന് ജീവിക്കാൻ ദൈവം തന്ന കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നാട്ടിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല, കാരണം ഇങ്ങനെ നിൽക്കാൻ വിസ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം പോകുമ്പോൾ ഈ പെൺകുട്ടികൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു വർഷത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ പോരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കാർഗോ വിട്ടിരുന്നു. അപ്പോൾ കാർഗോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കെങ്കിലുമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം കാർഗോ സെക്ഷൻകാർ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുകയാണ്. സം ടെക്നിക്കൽ ഇഷ്യൂ കാരണം എയർ ഇന്ത്യയുടെ നിങ്ങളുടെ കാർഗോ പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ റീഫണ്ട് തന്ന് നിങ്ങളുടെ സാധനം തരണോ അതോ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ആഫ്റ്റർ May 15 ശേഷം ഞങ്ങൾ വിട്ടുതരാം, നാട്ടിലെത്തിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ അതിശയപ്പെട്ടു. കാരണം നമ്മളിവിടുന്ന് പോയി എന്ന് പറഞ്ഞ സാധനം വരെ നമ്മുടെ വീട്ടിൽ പിറ്റേ ദിവസം കാർഗോ അവർ വിത്ത് നമ്മുടെ പേയ്മെൻറ്റിൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്ന് അങ്ങനെ തരുന്ന ഒരു ദൈവം നമുക്കുണ്ടാവുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുക. എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഞാനിപ്പോൾ എനിക്ക് ജീവിതത്തിൽ അവരെന്നോ പറയുന്നു ഇവരെന്ത് ഒന്നുമില്ല, എനിക്ക് ജീവിതമാകുന്ന യാത്രയിൽ ഈ ജീവിതത്തിൽ ദൈവം തന്ന കൃപകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അവരോട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനും അങ്ങനെയുള്ള ഒരു ലൗകികമായ ഒരു ചിന്തകളും എൻ്റെ ജീവിതത്തിലില്ല. നിങ്ങൾക്കറിയാവുമോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉടമ്പടി ഞാൻ ഓൺലൈനിൽ പുതുക്കി
ജൂൺ 1 മുതൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി പുതുക്കി എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഭയങ്കര വിശ്വാസത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എത്രമാത്രം പ്രാർത്ഥിക്കാവോ അത്രമാത്രം വെളുപ്പിനെയൊക്കെ 3 മണിക്കൊക്കെ എഴുന്നേറ്റാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഓഫ് കിട്ടുമ്പോൾ അല്ലാത്ത ദിവസങ്ങൾ വെളുപ്പിനെയായിട്ട് എനിക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ഞാൻ ഹെൽപ്പും എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുക്കളയിൽ നിന്ന് ഞാനിങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ ഗന്ധം വന്നു. അപ്പോൾ ഞാൻ അന്നേരം എനിക്ക് എൻ്റെ ചേച്ചിമാരൊക്കെ എല്ലാം ഞാനിത് അപ്പം പറയും. അപ്പോൾ അവർ പറയട്ടെ, നിൻ്റെ കൂടെ എന്നും മാതാവ് ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ നീ എന്തിനാ പിന്നെ അത് മാതാവ് നിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ്. ട്യൂസ്ഡേ ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നപ്പോഴും അവിടുത്തെ ബാത്റൂമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും മാതാവിൻ്റെ മണം. എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എന്നാലും എനിക്കത് എന്നെ ഇങ്ങനെ കുളിര് കോരിക്കുകയാണ്. പിന്നെ ഞാനപ്പോൾ ട്യൂസ്ഡേയിലെ ധ്യാനം കൂടാൻ പറ്റാറുണ്ട്. ഇതുപോലെ തന്നെ സെയിം പോക്കറ്റ് ഓണാക്കിയിട്ടിട്ട് ഞാൻ നടക്കുവാണ് തിരക്കായതുകൊണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് കോറിഡോറിൽ കൂടെ 2 പ്രാവശ്യം എനിക്ക് ആ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം കിട്ടി. അത് ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് അപ്പം തന്നെ മെസ്സേജും വിട്ടു. അങ്ങനെ ഞാൻ വെനസ്ഡേ ആയപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഓഫാണ്, ഒരു ദിവസം ഓഫുള്ളൂ. ഞാൻ ആ വെനസ്ഡേ ഞാൻ ഈ അച്ഛൻ്റെ സാക്ഷ്യം ഞാനിങ്ങനെ കേൾക്കും. ഇവരെല്ലാവരും ജോലിക്ക് വിട്ടതിന് ശേഷം ഞാനിരുന്ന് കൂടുമ്പോൾ ഞങ്ങളുടെ ടി വിയിലോട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഈശോയിനെ തുടക്കത്തിലേ പറയുമല്ലോ, ആ ഈശോയിനെ ആദ്യം കാണിക്കും, പിന്നെ രണ്ടാമത് മാതാവിനെയാണ്. അപ്പോൾ എന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കരഞ്ഞു അതൊരു കൃപ എനിക്ക് ദൈവം തന്നിരുന്നു. അപ്പം ഞാൻ ഈ സ്ക്രീൻ ഈശോയുടെ ആ ചോര ഒലിപ്പിക്കുന്നു അത് കാണും. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാണ് എന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആ ധ്യാനം കൂടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഈശോ വന്നപ്പോൾ ഞാൻ ഈശോയെ ഉമ്മ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, എൻ്റെ ചങ്ക് അത് സാധാരണ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. എനിക്കങ്ങ് ഞാൻ നെഞ്ച് പൊട്ടിക്കരയും. ഞാൻ എൻ്റെ ഈശോ ഇതെന്താ എനിക്കത് നിർത്താൻ പറ്റുന്നില്ലല്ലോ. ഉടനെ മാതാവിനെ കണിഞ്ഞ് മാതാവിനോട് ഉമ്മ വെച്ച് ഞാൻ അമ്മേ നീ എന്താ ഇതുപോലെ എനിക്കെന്താ ഭയങ്കര വിഷമാണല്ലോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു അവിടുത്തെ സമയം 9, ഇവിടെ 11:30 കാണും. പകൽ സമയമാണ്. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് നാട്ടിൽ നിന്ന് കോള് വന്ന് എൻ്റെ പപ്പ മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഈ സമയത്താണ് എൻ്റെ പപ്പ ഇവിടെ മരിച്ചത്. ആ 2 ദിവസം അമ്മ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പപ്പയുടെ ഫ്യൂണറലിന് വേണ്ടി ഞങ്ങൾ എമർജൻസി ലീവ് വന്ന് ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട്. ദൈവം എന്നെ ഇപ്പം എൻ്റെ പപ്പ മരിച്ചു പോയി, എന്നാലും എൻ്റെ പപ്പ എൻ്റെ കൂടെ എന്നെ ഇവിടെ എത്തിച്ചതാണെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫ്യൂണറൽ സൺഡേ കഴിഞ്ഞ് എൻ്റെ കസിൻസ് എല്ലാം പല സ്ഥലത്തുനിന്ന് വന്നുകൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. കാരണം അവർക്കൊക്കെ കുറച്ച് വിശ്വാസം കുറവുള്ള ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, കസിൻ ബ്രദേഴ്സ്, അവരെല്ലാവരും ഞാൻ ഇവിടെ വന്നപ്പോൾ മൺഡേ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കാല് കുത്താനുള്ള സ്ഥലമില്ല. ഇവിടെ ഈ നമുക്കൊരു അവധി ആയതുകൊണ്ട് ഫുൾ ആളായിരുന്നു. എങ്കിലും ഞാൻ വലിച്ചു പിടിച്ചുകൊണ്ട് ഓരോരുത്തരും ഞങ്ങളെല്ലാവരും ഇവിടെയൊക്കെ ആയിട്ട് വന്നു നിന്ന്. എനിക്കറിയാം എനിക്ക് സാക്ഷ്യം പറയാനോ ഉടമ്പടി പുതുക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു. പക്ഷേ എൻട്രൻസ് മൂലം എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂ മണം ഞാൻ ഇവിടെയാണ് ഞാൻ ഇരുന്നത്. കരഞ്ഞുകൊണ്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച്, അമ്മേ എനിക്ക് എൻ്റെ ആങ്ങളമാരെയല്ല ഞാൻ ഇത് കൊണ്ട് ചാടിച്ചിട്ടുണ്ട്, നീ ബാക്കി കാര്യം നീ നോക്കിക്കോണേന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് നാളെ രാവിലെ എനിക്ക് ഫ്ലൈറ്റാണ്, തേഴ്സ്ഡേ മോർണിംഗിൽ എനിക്ക് വെനസ്ഡേ ഇവിടെ എത്തണം, അമ്മയുടെ ദിവസമാണ്, എനിക്കിവിടെ എത്തണം, എനിക്ക് കൃപാസനത്തിൽ എന്നെ ഉടമ്പടി പുതുക്കണം, എന്നെ ആൾക്കാരെ നീ കയറ്റണം, എന്നെ കാണിച്ചു തന്ന പോലെയെന്ന് ഞാൻ കരഞ്ഞ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഇന്നലെ പപ്പാടെ, കാരണം ട്യൂസ്ഡേ പപ്പാടെ മന്ത്രം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രെയർ എല്ലാം കഴിയുമ്പോൾ ഉച്ചയായി, അപ്പോൾ ഇവിടെ വന്നെത്താൻ പറ്റത്തില്ല. അങ്ങനെ ഇന്ന് വെളുപ്പിനെ ഞാൻ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ തന്ന് ഇന്ന് എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും നന്ദിയുള്ളവരായിരിക്കും. സങ്കീർത്തനം 27:5 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. കർത്താവിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ അനുഗ്രഹപ്രദമാകുന്ന ഒരു അനുഭവമായിട്ട് പിന്നീട് മാറുന്നു. സൗമ്യ ജെയിംസ് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾ ബഹ്റൈനിൽ തങ്ങളെങ്ങനെയൊക്കെയാണ് തങ്ങളുടെ എല്ലാം പാക്ക് ചെയ്തുമൊക്കെ ആ മക്കൾ ഇവിടെ വരാനായിട്ട് ഇനി അധികം ദിവസങ്ങളില്ല, എല്ലാം ക്യാൻസലേഷൻ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ ആ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നീട് അതെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ, അതായത് തലേ ദിവസം എന്ന് പറയുന്ന ആ ഒരു ക്ഷണത്തിൽ തന്നെ അതെല്ലാം മാറി മറിയുന്നു. തങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ലഭിച്ചു, തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി, പിന്നീട് തനിക്ക് ഇവിടെ വരുവാനും തൻ്റെ പപ്പയുടെ
നിര്യാണത്തോടനുബന്ധിച്ച് അതിനുമൊക്കെ അമ്മ മാതാവ് എങ്ങനെ തന്നെ ഒരുക്കി, തനിക്കതെല്ലാം മുൻകൂട്ടി തന്നെ ഒരുക്കുകയായിരുന്നു. അതൊക്കെയാണ് ഈ മകൾ പറഞ്ഞത്. അതുപോലെ തൻ്റെ ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയില്ലാത്ത ഈ മകൾ എങ്ങനെയാണ് തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുക്കുന്നത്, ആ ടെസ്റ്റൊക്കെ എങ്ങനെ പാസ്സാകുന്നു, എല്ലാറ്റിനും പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി കാശ് ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ ഒന്നാകെ സംരക്ഷിക്കുന്നത്. അതുപോലെ അമ്മയുടെ സാമീപ്യം ഉണ്ടാകുക, സുഗന്ധാഭിഷേകം, അങ്ങനെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത കൃതജ്ഞതയുടെ കുറേയേറെ അനുഭവങ്ങളുമായിട്ടാണ് ഓരോ കുടുംബവും ഇവിടെ വരിക. അതുകൊണ്ടാണ് ഉയർന്ന പാറമേൽ നമ്മെ നിർത്തുമെന്ന് തിരുവചനം പറയുക. നാം ഒരിക്കലും ചിന്തിക്കാത്ത മേഖലകളിലേക്കാണ് ഉടമ്പടി നമ്മെ കൊണ്ടുപോവുക. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.